നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ മോനെ അച്ചു, ദാ കണ്ണുറക്കും മോനെ. ഒരു പ്രാവശ്യം കണ്ണ് തുറന്നത് ചന്ദ്രേട്ടാ. ഉപ്പ് കൂട്ടി അല്പം കഞ്ഞിവെള്ളം കുടിച്ചു. അപ്പൊ ചെറിയൊരു ചൂട് തോന്നി. അതുകൊണ്ട് നെറ്റിയിൽ തുണി നനച്ചിട്ടതാ ഞാൻ. ആ, അത് നന്നായി. മോനെ അച്ചു, കണ്ണുറന്ന് നോക്കിയേ നീ. മോനെ. ആ അതെ, വൈദ്യര് തന്ന ഇത്തിരി മരുന്ന് ഞാൻ തരാം. കഴിക്കൂ എന്റെ പൊന്നുമോൻ. കയ്പുണ്ടോ? ഓ, ഒരല്പം ഉണ്ടാവും. പക്ഷെ അത് കാര്യമാക്കണ്ട. ഞാനേ തേനെടുത്ത് വെച്ചിട്ടുണ്ട്. കയ്പ് അതില് മാറിക്കോളും. മോൻ മരുന്ന് കഴിച്ചോ? തേന് രണ്ടാമത് നാക്കിക്കൊണ്ടാ മതി. മോനൊന്ന് വാ വിളിച്ചേ. ആ ആ ആ. തേനെന്ന് പറഞ്ഞപ്പോ ഇത്തിരി കയ്പം മരുന്നായാലും പരാതിയില്ല അച്ഛന്. അത് പിന്നെ കുട്ടിയല്ലേ. ഞാനൊക്കെ തേനീച്ചക്കൂട്ടിന് കൈയിട്ട് തേനെടുത്ത് പിഴിഞ്ഞു കുടിച്ചിട്ടുള്ളതാ. ആ അതെ അതെ, തേനട കഴിച്ച പുഷ്പഞ്ചേട ഇത്രയ്ക്ക് തള്ളാൻ പഠിച്ചത്. മതി കുറ്റപ്പെടുത്തലും കോമഡി. അച്ചു മരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ? ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല അല്ലേ മോനെ? കണ്ടല്ലോ, അവൻ ഇനി ഒരു പ്രശ്നവുമില്ല ഇവിടെ. അതുകൊണ്ട് ഇനി ഇത് ആരെയും വിളിച്ച് അറിയിക്കാനൊന്നും നിൽക്കണ്ട. അത്ര തന്നെ. ആരുടെ കാര്യം അച്ഛൻ നീ പറയുന്നേ? എടാ പ്രസാദും ആ കുട്ടി ഇങ്ങോട്ട് വരല്ലേ, വെറുതെ വിളിച്ചു പറഞ്ഞ് ആദ്യ കേറ്റാനൊന്നും നിൽക്കണ്ട. ആ ശരി, മനസ്സിലായി. കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്. നീയായിട്ട് വിളിച്ചു പറയരുത് പ്ലീസ്. സ്വന്തം അച്ഛൻ പറയുന്നതേ സ്വയം അങ്ങ് കേട്ടാ മതി. എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിച്ചോ? അങ്ങോട്ട് വന്നേ. എന്താ എന്താ കാര്യം? എന്താ കുഞ്ഞേച്ചി? ഇത് ശരിയല്ല ആര്യ, ഒരു കാരണവശാലും ശരിയല്ല. എന്ത് കാര്യമാ കുഞ്ഞേച്ചി പറയുന്നത്? അച്ചു മയങ്ങി വീണ കാര്യം അഞ്ജലി ചേച്ചി അറിയിക്കണ്ടെന്ന് പറയുന്നത് ശരിയല്ല. അത് പിന്നെ അവർക്ക് ടെൻഷൻ ആവണ്ടെന്ന് കരുതിയില്ലേ? ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാ ഇത്. ആ ടെൻഷനോടെ തന്നെ വേണം തീരുമാനങ്ങൾ എടുക്കാനും അച്ചുവിനെ ചികിത്സിപ്പിക്കാനും. അച്ഛൻ മരുന്ന് കൊടുത്തല്ലോ. അതാണോ മരുന്ന്? പോരല്ലേ? നീ എന്താടി ചില സമയത്ത് ബുദ്ധിയില്ലാത്തവളാണോ? ഒരു കാര്യം പറഞ്ഞാ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണ്ടേ? നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? വേറൊന്നുമല്ല, വല്യച്ച വിളിച്ച് നമുക്ക് കാര്യം പറയണം. എന്നിട്ട് വല്യച്ച പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടുവോ? ചില കാര്യങ്ങളില് എല്ലാവരുടെയും ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കി പെരുമാറാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാ. ഞാൻ പോയി ഫോൺ എടുത്തോണ്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.